നേന്ത്രപ്പഴം വെച്ചിട്ട് എന്ത് പലഹാരം ഉണ്ടാക്കിയാലും അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അല്ലേ. അതുപോലെ നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു വെറൈറ്റി പലഹാരമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. ഞാൻ 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയെങ്കിൽ മാത്രമേ അത് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് ഒരു 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി കേട്ടോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മിക്സി വെറുതെ കഴുകാനാക്കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. പിന്നെ നമുക്ക് വേണ്ടത് 1.5 കപ്പ് മൈദയാണ്. മൈദ കുറേശ്ശെ അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ 1.5 കപ്പ് പാലിലേക്ക് 1.5 കപ്പ് മൈദ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടുന്നത്. ഒരുപാട് തിക്കും ആവണ്ട, ഒരുപാട് ലൂസും ആവണ്ട, ആ രീതിയിൽ വേണം കേട്ടോ നമുക്ക് ഈ ഒരു മാവ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ഒരു 4 നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് നെയ്യൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നേന്ത്രപ്പഴം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇതിലേക്കും ചേർത്ത് കൊടുക്കുക. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കുക. ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഉടയുന്ന രൂപത്തിൽ തന്നെ ഇങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി അവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ ചെയ്തെടുക്കുന്നത് പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ചുട്ടെടുത്താൽ മതി കേട്ടോ. നമ്മൾ പാൻ കേക്കൊക്കെ റെഡിയാക്കി എടുക്കുന്ന രീതിയിൽ നമുക്കിങ്ങനെ ചുട്ടെടുക്കാം. ഒരുപാട് കട്ടി വേണ്ട കേട്ടോ. എന്നിട്ട് അത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലല്ല ഒരു സൈഡിലായിട്ട് ഈ ഒരു പഴത്തിൻ്റെ മിക്സ് വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ആ ചൂടോട് കൂടെ തന്നെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഈ രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. ഈ രീതിയിലാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ചൂടോട് കൂടെ തന്നെ അത് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ അത് ഒട്ടിക്കിടന്നോളും. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള പലഹാരമായിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ ബാക്കിയുള്ള എല്ലാം ചെയ്തെടുക്കുക. ഒരു സൈഡിൽ അങ്ങോട്ട് ഈ പഴത്തിൻ്റെ മിക്സ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് മറ്റേ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കാണാനും വെറൈറ്റി ആയിരിക്കും. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്